Are you hungry? അപ്പൊ ഇന്ന് ഞങ്ങളുടെ കല്യാണ ദിവസാണ്. അതായത് ഞങ്ങളുടെ ഇവിടെ കപ്പൂച്ചി മിഷൻ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടാ. ഒരു 7 ദിവസത്തെ ധ്യാനമായിരുന്നു. അപ്പോൾ ഇന്നായിരുന്നു ലാസ്റ്റ് ഡേ. അപ്പൊ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു. അപ്പൊ ഇന്ന് നമ്മള് കല്യാണം കഴിഞ്ഞ എല്ലാവരുടെയും എന്താ പറയാ ഒന്നും കൂടി പുതുക്കണ ഒരു ഇതുണ്ടായിരുന്നു, ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിവാഹ വേഷത്തിലൊക്കെ വരാനാ പറഞ്ഞായിരുന്നേ. മന്ത്രകൂടി എടുക്കാനാ പറഞ്ഞ. പക്ഷെ ഞാൻ മന്ത്രകൂടി എല്ലാം ഉടുത്ത് പോയേ, കാരണം ബ്ലൗസ് ഒന്നും പാകാവില്ല. അന്നത്തെ ഒരു ഇത് അല്ലല്ലോ ഇപ്പോ. അന്ന് ഞാൻ ഭയങ്കര സ്ലിമ്മായിരുന്നു. അപ്പൊ ബ്ലൗസ് ഒട്ടും പാകാവില്ല. അന്ന് ചെറിയ കൈയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് മന്ത്രകൂടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ സാരി എടുത്ത് അനിയന്റെ കല്യാണത്തിന് ഇട്ടായിരുന്നു സാരി, അതെടുത്ത് ഞങ്ങൾ പോയി. വീഡിയോ ആയിട്ട് അങ്ങനെ ഒന്നും എടുത്തില്ല കേട്ടോ. കുർബാനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. കുറച്ച് ലേറ്റായി എത്താൻ. അതായത് ഒരു ലേറ്റായി മീൻസ് ഒരു 9 മണിയൊക്കെ ആയിട്ട് എത്തിയപ്പോ അങ്ങനെ വന്ന്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം, 2ാമത്തെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. മക്കളുള്ളപ്പോ കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്തായാലും ഒരു സന്തോഷമായിരുന്നു കേട്ടോ. എന്തിട്ടാ ചേച്ചി എന്തിനു കാണിക്കുന്നേ? ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഓ, തല ഇടിച്ചാ അതെ. വരാം നല്ല സാധനല്ലേ? ആ, അപ്പൊ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ വേണ്ടാന്ന് വെച്ചായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ കോഴീനെ നമ്മുടെ നാടൻ കോഴിക്കറി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കണേ. എന്തേടാ? ആ, വരാം. എങ്ങടെ പോണേ? ലൈറ്റ് ഇട്ടില്ലേ ഗ്രേസു? ലൈറ്റ് ഇട്ട് ആകിട്ട്. എവിടെ മാപ്പ്? ഇവിടെ ഭയങ്കര കളിയിലാണ്. ഇത് ആദ്യത്തെ മാപ്പ്, ഇത് 2ാമത്തെ മാപ്പ്. ഇവിടെയാണ് ഡൈനോസോറിന്റെ എഗ്ഗാ. ഡൈനോസോറിനെ കണ്ടുപിടിച്ചാ? എവിടെ ഡൈനോസോറ്? അമ്മ ഡൈനോസോറാണത്. ആ, എനിക്ക് തരും ഒരെണ്ണത്തിനെ. സ്റ്റീവ് കണ്ടുപിടിച്ചാണ് ഡൈനോസോർ. അത് തലോണൊക്കെ മൂളിക്ക് എടുത്ത് വെച്ച മോളെ. ഇവരിവിടെ ഭയങ്കര കളിയും ഇതാണ് കേട്ടോ. ബഹളമായിരുന്നു ഇത്ര നേരം. ഗ്രേസ് മാപ്പ് വരച്ചു കൊടുക്കും, 2 പേരും കൂടി അത് കണ്ടുപിടിക്കും. ഇതെന്നാണ് കണ്ടുപിടിച്ചേ? അമ്മ പോട്ടെ, അമ്മക്ക് പണിയുണ്ട്. അമ്മ പോണട്ടാ. എന്തേടി അപ്പൊ? ലൈറ്റ് ഇട് വേഗം ഇട് ലൈറ്റുകള്. കൊറേ നാളായില്ലേ ചെയ്തിട്ട്? സ്പീഡ് ചെയ്യാ, പെട്ടെന്ന് തീർന്നു. പ്രാക്ടീസ് ചെയ്തിട്ട് കാണിക്ക്. മതി, പിന്നെ പോട്ടെ കേട്ടാ. മക്കൾ കളിക്കട്ടാ. ആ, നീ കളിച്ചോ. അപ്പൊ ഞാൻ എന്റെ പണികൾ ആരംഭിക്കാൻ. മോള് കഴിച്ചോടി. അപ്പൊ തിരിച്ചു തന്നെ കഴിക്കേ. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെയ്യാൻ പോയത്. നമ്മുടെ വീട്ടിൽ വെഞ്ചിരിക്കാൻ വന്നപ്പോൾ വെച്ചായിരുന്നു പൂക്കളാണ്, അത് ഉണങ്ങി. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഇത് ഹോളിൽ നിന്ന് എടുത്ത് വെച്ചതാ. പിന്നെ ഇതൊക്കെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ആക്കണം. അപ്പം എൻ്റെ പണികൾ നിങ്ങൾ കളിച്ചോട്ടാ. ഓക്കെ, ഗ്രേസ് ചെയ്യണ കണ്ടിട്ട് അമ്മ ഇപ്പൊ വന്നില്ലേ? സ്റ്റീവിന്റെ കൂടെ അല്ല ഗ്രേസ് ചേച്ചിയുടെ കൂടെ കളിച്ചോ? ഗ്രേസ് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് വരുമോ? ഇന്നലെ ഹരിഹാര പ്രദർശനം ഉണ്ടായിരുന്നു.
ഒരു 5 കിലോമീറ്ററിൽ മുകളിൽ നടന്നു. അപ്പൊ നല്ല വെയിലത്ത് നടന്നു. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇട്ടുണ്ടായില്ല. മുഖത്ത് നല്ല വെയിലടിച്ചു. തന്നെ ഒരു മങ്ങലുണ്ട്. ഇന്ന് രാവിലെ എണിച്ചപ്പോഴാണ് അതിന്റെ ഒരു ഫീല് മനസ്സിലായേ. ഒരു ചെറിയൊരു കരിവാളിപ്പ് പോലെ. അടിപൊളി വെയിലായിരുന്നു. പക്ഷെ ഇത്രയൊന്നും വേണ്ട, ഒരു ഇച്ചിരി മതി. കുഴപ്പമില്ല, നല്ല ഇത്രയും വേണ്ട. ഇപ്പൊ എനിക്ക് വീട്ടിന്ന് വെട്ടി മാറ്റിട്ട് നിങ്ങൾ കളിച്ചു വന്നിട്ട് കാണിച്ചു തരാം മതി. അപ്പൊ അങ്ങനെ കരിവാളിച്ചെന്ന് പറഞ്ഞതാണ്. നല്ല സൂപ്പർ വെയിലായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പരിഹാര പ്രദർശനമൊക്കെ സൂപ്പറായിരുന്നു. ഇങ്ങനെ റേസ് ഡൈനിങ് ടേബിളിൽ നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് വന്നേ. ഒരു മിനിറ്റ്. പോയിട്ടോ കപ്പുകൾ സെപ്പറേറ്റ് എടുത്തിട്ട് വന്നേട്ടാ. പൊട്ടണ കപ്പുകള് ഇതിന്റെ ഉള്ളിൽ വെക്കുക. വാഷ് ചെയ്യാനുള്ളത് സോംബിയാണോ നീ? ഉള്ളിലേക്ക് സാരി കഴുകില്ല. സാരി വെയിലത്തിടാ ചെയ്യ. ഈ സാരി ഒന്നും എപ്പോഴും കഴുകാൻ പാടില്ല. എന്താ? അങ്ങനെയാണ്. ആ സാരി കഴുകിയ ചീത്തയായിപ്പോ. വെയിലത്ത് മാത്രം ഇടാൻ പാടുള്ളൂ. എന്തിട്ടാടാ? വാ ഇവിടെ ഇരിക്കും. ഗ്രേസ് എന്നല്ല കേട്ടാ, ഗ്രേസ് ചേച്ചി. ചേച്ചിന്ന് വിളിക്കണം കേട്ടോ. ചേച്ചിന്ന് വിളിക്കണം കേട്ടാ. ഗ്രേസ് അല്ല ചേച്ചി. സിമ്പിൾ ആയിട്ട് ഞാനും ഇങ്ങനെ വലിച്ചൊക്കെ കൂട്ടണല്ലോ. അതിക്ക് പോവാനി വാ. കൊച്ചിന്റെ കൂടെ പൊക്കൂടി. അത് എന്നാ ഫ്രണ്ടിൽ പോയി കളിക്ക് കുറച്ചു നേരം. ഗേറ്റ് അടയ്ക്കണം കേട്ടാ. ഗേറ്റ് അടയ്ക്കണം. ഗേറ്റ് അടയ്ക്കണം കേട്ടാ. സൈക്കിൾ ഇപ്പൊ ചവിട്ടണ്ട മോളെ. ഇപ്പൊ കൊച്ച്. ആ ഓക്കെ. കിച്ചണിൽ കൂടെ കാണിക്കാം. നിങ്ങ കിച്ചണിൽ കൂടെ അവരെ കാണിക്കുമെന്ന്. അവര് കളിക്കണത് കാണിക്കാട്ടാ. നോക്കണേട്ടാ ഫ്രണ്ടിലെ ഗ്രേസോ. നമ്മുടെ വാഷിംഗ് മെഷീന്റെ സൗണ്ടാണ് ഈ കേൾക്കണേ. നമ്മളന്ന് ശരിയാക്കിയതാണ്. പക്ഷെ എന്നാലും സൗണ്ടൊക്കെ ഉണ്ട്, ഒച്ചയും പാടൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ട് കേട്ടാ. വെയിലില്ലാത്ത സ്ഥലത്ത് കളിക്കട്ടാ. അതൊക്കെ ഓക്കെ. പക്ഷെ കൊച്ചിന്റെ വെയിലില്ലാത്ത സ്ഥലത്തേക്ക് ഓടിക്ക്. സ്റ്റീവിനെ ബാക്കിലിരുത്തി ഓടിച്ചു നോക്കിയേ. നോക്കണട്ടാ, സൂക്ഷിച്ച്. വേണ്ട വേണ്ട, അങ്ങനെ അങ്ങനെ ചെയ്ത്. ഇപ്പൊ അമ്മയ്ക്ക് അല്ലാണ്ട് കളിച്ചാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞ മോളെ. അമ്മയ്ക്ക് ഇപ്പൊ വരാൻ നേരമില്ല. ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ കോഴികളുടെ അടുത്തേക്ക് വന്നേക്കണ്ടോ. ഇന്ന് മിടു നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് ഞങ്ങളുടെ കല്യാണം പുതുക്കിയ ദിവസമാണ്. അതായത് വിവാഹ വാഗ്ദാനം വീണ്ടും വിശദീകരിച്ച് പുതുക്കി. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം നടക്കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവസാന ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കല്യാണം കഴിഞ്ഞവരെ വീണ്ടും ഒന്നുകൂടി കല്യാണം കഴിപ്പിച്ച പോലെയാക്കി. അപ്പോൾ ഇന്ന് അതിൻ്റെ ചെറിയ ആഘോഷമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നോയമ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും മിടു ബിരിയാണി വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അതിനാണ് നമ്മുടെ നാടൻ കോഴിനെ തന്നെ കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ ഇവർക്ക് തീറ്റ ഇതൊക്കെ കൊടുത്തു. അപ്പം ഇനി രണ്ടുപേരെയാണ് അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സമയമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ എനിക്ക് സമയമില്ല. അപ്പോൾ അവിടെ ഞങ്ങളുടെ അഷ്ടമിച്ചർ ഒരു കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ക്ലീനാക്കി റെഡിയാക്കി തരും. തൊലി പൊളിക്കാതെ ക്ലീനാക്കി നോർമൽ നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ ആക്കി തരും. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കണം. പിന്നെ അരി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം, ബിരിയാണി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം തീറ്റ കൊടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ പൂവന്മാരൊക്കെ നമ്മൾ കൊടുത്തുവിട്ടേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അമ്പലത്തിൽ ഇവരുടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കോഴികളെ കൊണ്ടുപോകുന്നുണ്ട് പൂവന്മാരെ. സിംഗിളായിട്ടൊന്നുമല്ല, 20 എണ്ണം മിനിമം ഒരു 20 എണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏത് നേരം ഇതിൻ്റെ പിന്നാലെ നിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ കോഴികളെ 1-2 ടീമൊന്ന് കൊണ്ടുപോയി. അത്യാവശ്യം പൂവന്മാരൊക്കെ പോയി. പൂവന്മാരുടെ എണ്ണമൊക്കെ കോഴികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരിപ്പേട. ഹലോ ഡി. വേറൊരാളും കൂടി ഉണ്ട് അതേപോലെ. അതെവിടെ പോയി? അവനെ കാണുന്നില്ല. എനിക്ക് അതിനും ഭയങ്കര ഇഷ്ടമാണ്. കാലങ്ങളായിട്ട് ഇവിടെയുള്ള നമ്മുടെ കോഴി അതെവിടെ പോയി? അതേന ഇപ്പം ചൂടായതുകൊണ്ടേ മാക്സിമം എല്ലാവിടെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടുത്തെ പട്ടിക്കൂടൊക്കെ വേണം പൈപ്പ് ഓട്ടോമാറ്റിക് ഓണാക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടവിട്ടൊക്കെ അങ്ങനെ അടിക്കും. അപ്പം അങ്ങനെ എപ്പോഴും കൂടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടാവും. അവർക്കൊന്ന് മുങ്ങി കുളിക്കാനും ചാടാനും ഓടാനും. പിന്നെ സ്പ്രിംഗ്ലർ ഇടയ്ക്ക് അടിക്കുമ്പോൾ ഒരു നനവ് മഴ പെയ്യണമല്ലോ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താണ് ഇവരെ നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ ചൂടായതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ ചാടി പിടിക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ നിൽക്കണ കുറേ പേര്. ഇവളിപ്പോഴും മുമ്പും പണ്ടത്തെ പോലെ തന്നെ മുകളിലുണ്ടാ. താഴെ ഇറങ്ങിയപ്പോൾ പൂവന്മാരെ ഓടിക്കും. കോഴിക്ക് പോയ ഇവന്മാരെ തട്ടായിരുന്നു. പക്ഷെ ഇവന്മാർ ശരിക്കും പറഞ്ഞൊരു കൺട്രോളറാണ്. ഇവിടെ കോഴികൾ കൊത്തു പിടിക്കുമ്പോഴും ഒക്കെ അവരെയൊക്കെ കൊത്തി ഓടിച്ച് ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഗിനിക്കോഴികളുണ്ടാവും. വാത്തും ഗിനിക്കോഴികളും ഒന്നും പറയാനില്ല അതിൽ. അല്ലെങ്കിൽ ഇത്രയും പൂവന്മാരൊക്കെ ഒരുമിച്ചുണ്ടാകുമ്പോൾ മിക്കവാറും അങ്ങോട്ടൊക്കെ കൊത്തിട്ട് അങ്ങോട്ടൊക്കെ ചാവേണ്ടതാണ്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും കൊത്തു കണ്ട അപ്പം അവർ ഇടപെടുകയിൽ പോയിട്ട്. നിങ്ങളുടെ താറാവ് കുഞ്ഞുങ്ങളൊക്കെ വലുതായി തുടങ്ങിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവരുടെ കൂടെ വന്നിങ്ങനെ ഇരിക്കാൻ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സൗണ്ടും ഇടയ്ക്ക് ഓരോന്ന് കയറി മേത്തൊക്കെ കയറി ഇരിക്കും. ഇതൊക്കെ തൂവലുണ്ടോ? എന്ത്? ഹംഗ്രി? മുരിയൻ ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്യണല്ലോ. മുരിയൻ ചിക്കൻ ഇതിപ്പോ തൽക്കാല ആശ്വാസം. അത് കഴിഞ്ഞ് മിടു ഒരു അരിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ് മിടുവിന്റെ. ലൈറ്റ് ഇടണോ?
സന്തോഷായി. സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. ഒരു തുള്ളി കൊടുത്തായിട്ടോ. ആ ശീലൊക്കെ പതുക്കെ ഒഴിവാക്കിക്കോ, അതായിരിക്കും നല്ലത്. അത് ശരിയാണ്, പക്ഷെ അത് നിർത്താൻ ട്രൈ ചെയ്യും. കുറച്ച് തുള്ളി കൊടുത്തോ. ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കരുത് പുറത്തു പോകുമ്പോ. അല്ലെങ്കിൽ ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നു. ഫൂഡൊക്കെ പിടിച്ച് അവര് തിന്നാണ്. കാരണം ഭക്ഷണമാണെങ്കിൽ ലേറ്റ് ആവും. ഈ താൽക്കാലിക ഒരു ആശ്വാസം കൊടുക്കാനുള്ള മിടുവിന്റെ ബുദ്ധിപൂർവമായ നീക്കമാണ്. ചിക്കൻ ഫ്രൈ കഴിക്കാൻ സ്പൂൺ കൊടുക്കാൻ 2 പീസ് കൊടുത്താൽ മതി. നല്ലല്ലേ? ജസ്റ്റ് വെറുതെ ഉപ്പും ഈ അൽഫാമും അത് കൂടി എന്തിനാണ് സ്വന്തമായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നത്? കുഴപ്പമില്ല, ഊതി കഴിച്ചാൽ മതി. കൊച്ചു ഒറ്റയ്ക്ക് സൂപ്പറായിട്ട് കഴിക്കണ്ടല്ലോ. അവൻ കഴിക്കണ്ടല്ലോ ഓൾറെഡി. ഗുഡ് ബോയ് ആണല്ലോ അല്ല സ്റ്റീവേ? ഗുഡ് ബോയ് അല്ലേ? റേസ് ബാഡ് ബോയ് കേളാ? പാവല്ലേടാ ചേച്ചി. സ്റ്റീവ് ഗുഡ് ബോയ്, ചേച്ചി ഗുഡ് ഗേള്. ഓക്കെ, എല്ലാ കളത്തരവും പഠിച്ചു കഴിഞ്ഞു മോളെ. അപ്പൊ ഇത് നമ്മുടെ നാടൻ കോഴീനെ ഞാൻ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവനൊന്ന് കുടിത്തിരുമ്പി കഴിഞ്ഞിട്ടില്ല. കുടിത്തിരുമ്പി ഒന്ന് കുക്കറിലിട്ട് വേഗം വേവിച്ചെടുക്കട്ടെ. ചോറ് ഓൾറെഡി ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കണേ. നമ്മുടെ ബിരിയാണി റൈസ്. അപ്പൊ ഞങ്ങള് ബിരിയാണി കൺസെപ്റ്റ് മാറ്റി നെയ്ച്ചോറിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ നാടൻ കോഴിയും നെയ്ച്ചോറ്. കല്യാണ ദിവസം എന്തൊരു സ്റ്റീവ്? ആരെ ഫൈറ്റ് ചെയ്യുന്നേ? സ്റ്റീവിന്റെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു. നല്ല പുല്ലും തവിടും കൊടുത്ത് വളർത്തിയ നമ്മുടെ പച്ചക്കറികളൊക്കെ തിന്നു വളർന്ന കോഴി. കഴിക്കും. Wish that I could stay in this moment forever, so I can hold you in my arms. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep and abiding, liking for you is all I till my heart gives in. I will do everything I can. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പുകളെ